ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കിഡ്ലൻ ബിസിനസ് ആശയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, ഒരു റീസൈക്ലിംഗ് ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ഇതിനു മുന്നേ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ചിട്ടുള്ള പല ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട്, ഇപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ റീസൈക്കിൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ നല്ല ഡിമാൻഡ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നാണ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിമാൻഡുള്ള ഒരു നല്ല ഗ്രോത്ത് സംഭവിക്കുന്ന ഒരു മാർക്കറ്റും കൂടിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് റീസൈക്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഗ്ലാസ് റീസൈക്ലിംഗ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരാം. നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൂർ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഗ്ലാസ് റീസൈക്ലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ എവിടെയാണ് നമ്മൾ ഗ്ലാസ് റീസൈക്കിൾ ചെയ്തിട്ട് അത് എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പല ബിൽഡിങ്ങുകളും ഓഫീസുകളും എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നതും അതിനെ മോഡിഫൈ ചെയ്യുന്നതും എല്ലാം ഗ്ലാസ്സിലാണ് നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്ലാസ് വർക്ക് നടക്കുന്നതും ഇപ്പോൾ പണ്ടത്തെ പോലെ ഫുള്ള് നമുക്ക് സിമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള വുഡിൽ ചെയ്തിട്ടൊന്നല്ല ഇപ്പോൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഗ്ലാസ് വർക്കാണ് ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് ആയാലും വീടിനായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഗ്ലാസിൻ്റെ നല്ല ഡെക്കറേറ്റ് നമ്മൾ അലങ്കാര വസ്തുക്കളൊക്കെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇതുപോലുള്ള ഗ്ലാസ് റിലേറ്റീവ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കമ്പനികളിലാണ് ഇത് നമ്മൾ കൊടുക്കേണ്ടതും, അവിടെയാണ് അവർ യൂസ് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റീസൈക്കിൾ ചെയ്യുന്ന ഈ ഗ്ലാസിൻ്റെ പ്രൊഡക്റ്റ് നമ്മുടെ ഔട്ട് എന്നുള്ളത് മറ്റ് ഗ്ലാസ് റിലേറ്റീവായിട്ട് വരുന്ന മറ്റ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ സെല് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മാർക്കറ്റാണ്. 2030 ആകുമ്പോഴേക്കും $7.5 ബില്യൺ ഗ്രോത്തിലേക്ക്, ഇപ്പോൾ 4.5 എന്നുള്ളത് 2030 ആകുമ്പോഴേക്കും 7.5 ബില്യൺ ഗ്രോത്തിലേക്ക് മാർക്കറ്റ് വളരുമെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. നമുക്ക് ഇനി ഒരു റീസൈക്ലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബഡ്ജറ്റബിൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റിയ ഒന്നല്ല. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ശരാശരി ഒരു 10 to 20 lakhs ഉള്ളിലേക്കുള്ള ഒരു ബിസിനസ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 10 to 25 lakhs ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് കോമ്പറ്റീഷനുകളൊന്നും ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന, വളരെ ധൈര്യമായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് രീതിയാണ് ഗ്ലാസ് റീസൈക്ലിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കിതിനൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്ന ഒരു ഷെഡും അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റീസ് പ്ലേസ് എന്ന് പറയുന്നത് 500 മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെയും വരുന്ന ഒരു ഏരിയ ഇതിന് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അത്രയും സ്ഥലം നമ്മൾക്ക് ഒരു റീസൈക്ലിംഗ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരും. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇതിൻ്റെ നമ്മുടേതായിട്ടുള്ള റോ മെറ്റീരിയൽസ് മീൻസ് വേസ്റ്റ് ഗ്ലാസ്സുകൾ ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നുള്ളതാണ്. നമ്മൾക്ക് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ഇതിൻ്റെ സോഴ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും അടുത്തായിട്ടുള്ള മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ടൊക്കെ നടക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നടക്കുന്ന ഒരു വേസ്റ്റ് ഡംപിങ് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടുന്ന് ഗ്ലാസ് എടുക്കാൻ കഴിയും. വേസ്റ്റ് ഗ്ലാസ്സുകളും കുപ്പികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾക്ക് ബീവറേജ് അല്ലെങ്കിൽ ബാറുകൾ, ഹോട്ടലുകൾ, ക്ലബ്ബുകൾ, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരുപാട് ഗ്ലാസ് വേസ്റ്റ് വരുന്ന ഗ്ലാസ് ബോട്ടിലുകൾ, വൈൻ ബോട്ടിൽസ് അല്ലെങ്കിൽ ഹോട്ട് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ വരുന്ന ഒരുപാട് ക്ലബ്ബുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഹോട്ടലുകളും ബാറുകളും ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ പിന്നെ നമ്മൾക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത്,
നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ കഴിയും. ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മാർട്ടൊക്കെ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗ്ലാസിൻ്റെ സ്ക്രാപ്പർ മീൻസ് വേസ്റ്റ് ഗ്ലാസ്സുകൾ സ്ക്രാപ്പുകൾ നമുക്ക് ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്ത് കൊടുന്ന് നമ്മൾക്ക് ഇതിൻ്റെ ഒരു റീസൈക്ലിംഗ് ചെയ്ത് ഇതിനൊരു പൗഡർ രൂപത്തിലാക്കിക്കൊണ്ട് ഓക്കെ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുപ്പിയിൽ ഗ്ലാസ് അല്ലാത്ത ഒരു മെറ്റീരിയൽസും കൂടി അതിൻ്റെ ക്യാപ്പായിട്ടും അതിൻ്റെ ക്യാപ്പിന് താഴെ വരുന്ന റിങ്ങും ഇതൊക്കെ വേറൊരു മെറ്റീരിയൽസാണ്. അതുപോലെ തന്നെ അതിൽ വരുന്ന സ്റ്റിക്കർ, ആ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗമ്മ്, പശ, അതേപോലെ തന്നെ ആ കുപ്പിക്കുള്ളിൽ വരുന്ന എന്താണ് ഫുഡ് പ്രൊഡക്റ്റ് അത് എന്തുള്ളത് അതിനൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് എന്ത് ചെയ്യാൻ, റീസൈക്കിൾ ചെയ്യാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെഷീനറീസ് നമ്മൾക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെഷീനറീസ് നമുക്ക് ഇന്ത്യ മാർട്ടോ അല്ലെങ്കിൽ മറ്റു ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെഷീൻസ് മാനുഫാക്ചേഴ്സിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മെഷീൻസ് ബൈ ചെയ്യാൻ കഴിയും. അഹമ്മദാബാദ്, അതുപോലെ ഡൽഹി, ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കോയമ്പത്തൂരൊക്കെ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് റീസൈക്കിൾ ചെയ്യുന്ന മെഷീനറികൾ നമുക്ക് ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനൊരു 5-6 ടൈപ്പ് മെഷീൻസ് ആവശ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് രീതി എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ഗ്ലാസ്സുകൾ കൊടുന്നു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ആക്കും. അപ്പോൾ പല രീതിയിലുള്ള കളറുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ് ഗ്ലാസ്സിൽ തന്നെ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് മാനുവലി ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ മെഷീനാകുമ്പോൾ ഗ്രീൻ കളർ അല്ലെങ്കിൽ റെഡ് കളർ, വൈറ്റ് കളർ ഇതൊക്കെ ഇതിനെ സെപ്പറേറ്റ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കതിനെ ക്രഷിങ് സെറ്റപ്പിലേക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതെല്ലാം മാനുവലാണെന്നുണ്ടെങ്കിൽ ഓരോ കളർ തിരിച്ച് നമ്മളതിനെ സോർട്ട് ചെയ്തുകൊണ്ട് നമ്മളതിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ അതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തുകൊണ്ടും അതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് അതിൻ്റെ ഗമ്മ് കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്ത് അതിനെ ഒരു ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്ത് അതിനപ്പുറം അതിനെ ഒരു കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് അതിനെ ക്രഷ് ചെയ്ത് പൗഡർ രൂപത്തിലാക്കിയിട്ട് ജസ്റ്റ് പാക്ക് ചെയ്യണോ. അതിൻ്റെ ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ പാക്കിംഗ് സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിമെൻ്റൊക്കെ പാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാക്കിംഗ് സിസ്റ്റമാണ് അതിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബയേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബയേഴ്സിനെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും അല്ലെങ്കിൽ എവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് റീസൈക്കിൾഡ് പ്രൊഡക്റ്റ് ബയേഴ്സിനെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്, ഗ്ലാസ്സിൽ പ്രൊഡക്റ്റ് റീസൈക്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ കളർ തിരിച്ചു കൊണ്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കളറിനും ഓരോ ഡിമാൻഡ്സിലേക്കും ഓരോ റേറ്റും വേരിയേഷനൊക്കെ അതിന് വരാറുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ളതിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്ത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ബയേഴ്സിനെ കണ്ടെത്തി നമ്മൾ അവരുമായിട്ട് ഇപ്പോൾ ഈ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അലങ്കാര വസ്തുക്കൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ഇവരുമായിട്ടുള്ള കോൺടാക്ട് ചെയ്തുകൊണ്ട് അവരെ കോൺടാക്ട് നമ്പർ എടുത്ത് അവർക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അവരുമായിട്ട് ഡീൽ സംസാരിക്കാം. ഇങ്ങനെയുള്ള കമ്പനികളുമായിട്ട് ഡീൽ സംസാരിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ മറ്റു ബിസിനസ് പോലെ നമുക്ക് എപ്പോഴും നമ്മൾ ഫുൾ ടൈം നമ്മളിങ്ങനെ ബയേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ബയേഴ്സിനെ നമുക്കൊരു പ്രാവശ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ കുറച്ച് വർഷത്തേക്ക് നമ്മളൊരു എഗ്രിമെൻറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മാസം നമ്മൾക്ക് അവരാവശ്യപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ കയറ്റി വിട്ടു കൊടുത്താൽ മതിയോ. അപ്പോൾ ഇതുപോലുള്ള വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഈസി മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് വളരെ കോമ്പറ്റീഷൻസ് ഒന്നുമില്ലാതെ ടെൻഷൻ ഇല്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ഫണ്ട് ഇറക്കിയിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 20-25 ലക്ഷം വരെയൊക്കെയുള്ള ഒരു എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റു കോമ്പറ്റീഷൻസ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങൾക്കിടയിൽ വളരെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വേസ്റ്റിനെ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് റീസൈക്കിൾ ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാനും നമുക്ക് കഴിയും. നല്ല പ്രോഫിറ്റ് ആയിട്ടുള്ള കിഡ്ലൻ ബിസിനസ് രീതിയാണ് ഗ്ലാസ് റീസൈക്ലിംഗ് ബിസിനസ് എന്നുള്ളത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇറക്കി ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിഡ്ലൻ ബിസിനസ് ആശയമാണ് ഗ്ലാസ് റീസൈക്ലിംഗ് ബിസിനസ്. ഇനിയും ഒരുപാട് റീസൈക്ലിംഗ് ബിസിനസ്സിൻ്റെ വിഷയങ്ങളുമായി വരുന്നുണ്ട്. ഇനിയും ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.